എല്ലാവർക്കും ചൈനയിലെ പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇന്നത്തെ എൻ്റെ യാത്രയിൽ ഞാൻ കണ്ട കുറച്ച് കാഴ്ചകളൊക്കെയാണ്. ഇതിപ്പോൾ രാവിലെ ഞാൻ നടക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു 6 മണിയായി ഇപ്പോൾ സമയം. അപ്പം ഞാൻ താമസിക്കുന്ന സൊസൈറ്റിയുടെ താഴെ ഭാഗത്താണ്. കഴിഞ്ഞ 3 വർഷമായി ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ്. ഈ 85 വയസ്സായ അമ്മച്ചി എല്ലാ ദിവസവും ഇതുപോലെ 6 മണിയാകുമ്പോൾ ഇവിടെ വന്ന് ബാഡ്മിൻ്റൺ കളിക്കുന്ന ഒരു കാഴ്ച ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ട്. അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ ഇവിടെ. അതിനുശേഷം അവിടെ നിന്ന് ഞാൻ നടക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഞാൻ നടക്കാൻ വന്ന പാർക്കിലെത്തി. അവിടെ നിങ്ങൾ കണ്ടോ, ഈ പാർക്ക് പോലും എല്ലാ ദിവസവും ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ പാർക്കിൽ എനിക്ക് ഇന്ന് കണ്ട വേറൊരു കാഴ്ച, ഇത് അന്ധനായ ഒരു മനുഷ്യനാണ്. നോക്കിക്കേ, അയാൾക്ക് എത്ര സുഗമമായി നടക്കാനുള്ള എന്തുമാത്രം നടപ്പാതകളാണ് ചൈനയിലുള്ളതെന്നറിയോ. അതുകൊണ്ട് ഇവർക്കൊന്നും നടന്നു പോകുന്നതിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അതുപോലെ തന്നെ ഞാൻ ആ ലേക്കിൽ കണ്ടത്, ഇത് നോക്കിക്കേ, ഈ നമ്മുടെ സിമെൻറ്റും മണലും ഒക്കെ മിക്സ് ചെയ്യുന്ന ഇതുപോലെ വലിയൊരു മെഷീനിൽ അത്രയും ദൂരെയുള്ളൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നതിന് അവർ കണ്ടിട്ടുള്ള ഒരു മാർഗം നോക്കിയേ. ഒരു മെഷീൻ ഉപയോഗിച്ച് ഈ കോൺക്രീറ്റ് ഇവിടെ ഇട്ടിട്ട് പണി നടക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ടില്ലേ? അത് അത്രയും ദൂരെ എടുത്തിട്ട് വരണമെങ്കിൽ എത്ര ആൾക്കാരുടെ എഫേർട്ട് ഉണ്ട്. പക്ഷെ അവരത് എത്ര ഈസി ആയിട്ട് ചെയ്യുന്നത് നോക്കിക്കേ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളെയും കാണിക്കാൻ വിചാരിച്ചു. പിന്നെ എൻ്റെ സൗണ്ട് ഇച്ചിരി പ്രോബ്ലമാണ് കേട്ടോ, ജലദോഷമായിട്ടുണ്ട്, അതുകൊണ്ടാണ്, ഒന്ന് ശ്രമിക്കണേ. അങ്ങനെ ഞാൻ നടന്നത് പോകുമ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ, കുറേ വയസ്സായ ആൾക്കാരാണ് കേട്ടോ. ഓരോ തരത്തിലുള്ള കാഴ്ചകൾ ഓരോ ദിവസം വ്യത്യസ്തമായിട്ട് കാണാം. പക്ഷേ ഇന്ന് കണ്ടത് ഒരു കാഴ്ച നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. നടക്കാൻ വരുന്നിടത്ത് തന്നെയാണ്. ഇത് കണ്ടില്ലേ, ഇവരൊരു പ്രത്യേക തരത്തിലുള്ള എക്സസൈസ് ചെയ്യുന്നുണ്ടോ. എന്നിട്ട് ഞാൻ അവരോട് ചായോ എന്ന് പറഞ്ഞിട്ടുണ്ട്. കമോൺ എന്ന് അവർക്കും ഭയങ്കര ഇഷ്ടമായി. അവർക്ക് ഇവിടെയുള്ള ചൈനീസ് ആൾക്കാർക്കൊന്നും വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ നാണക്കേടോ ഒന്നുമില്ല. അവർ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരിക്കും. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. വീഡിയോ എടുക്കുന്നതിനൊന്നും അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല. അവരും ഭയങ്കര ഹാപ്പിയായി. അതിനുശേഷം ഞാൻ ഉച്ച കഴിഞ്ഞപ്പോൾ വെറുതെ നടക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഒരു സ്ട്രീറ്റിൽ പോയതാണ്, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ച അതെന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യമാണ്. ഇത് നോക്കിയേ, ടെസ്ല കാറാണ് അവിടെ. ടെസ്ല കാറിലും വന്ന് ചെറിയ ചെറിയ സാധനങ്ങൾ കച്ചവടം ചെയ്യുന്ന ചൈനക്കാരെയാണ് എനിക്ക് അവിടെ കാണാൻ പറ്റിയത്. തൊട്ടടുത്ത് ഞാൻ നോക്കി, അവിടെ ഓടി കാറിൽ വന്ന് കച്ചവടം നടത്തുന്ന, അതും ഇതുപോലത്തെ ചെറിയ ചെറിയ ടോയ്സാണ് അവർ കച്ചവടം നടക്കുക. 150 രൂപ 200 രൂപയുടെ ആണ് കേട്ടോ. 10-20 RMBക്ക് കച്ചവടം നടത്തുന്ന ഓടിക്കാരിനെ കണ്ടത്. 3ാമത്തെ കാറ് മിനി കൂപ്പർ ആയിരുന്നു. മിനി കൂപ്പറിൽ വന്ന് ഫ്ലവർ കച്ചവടം നടത്തുന്ന കച്ചവടക്കാരിയൊക്കെ കണ്ടത്. പക്ഷേ ശരിക്കും ഇത് അടുത്തത് ജാഗ്വാർ കാറാണ്. ജാഗ്വാർ കാറിൽ വന്ന് 500 രൂപയിൽ താഴെയുള്ള കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരനെയും എനിക്കവിടെ കാണാൻ കഴിഞ്ഞു. ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, ചൈനക്കാർക്ക് എന്ത് ജോലിയും ചെയ്യാൻ യാതൊരു മടിയുമില്ല. എല്ലാ ജോലിക്കും അതിൻ്റേതായ ഒരു മാന്യതയുണ്ടെന്ന് അവർ കണക്കൂട്ടാറുണ്ട്. അവരെല്ലാവരും അതുപോലെ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല കാശുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ കണ്ടത് ഇതുണ്ടല്ലേ, ഈ ഒരു സാധനം, അതെല്ലാം ജീവനുണ്ട്, അത് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഇത് വരുന്നത്, ഇത് ഒരുപാട് നിങ്ങളുടെ നാട്ടിലില്ലേ എന്നൊക്കെ അവർ ചോദിച്ചു. അവിടെ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഇത് നോക്കിക്കേ, ഒരുപാട് വ്യത്യസ്തമായ പട്ടികളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഇത് നോക്കി, ഒരുത്തനാണെങ്കിൽ നോക്കി ആ പട്ടിയുടെ മേത്ത് കയറി ഇരിക്കുകയാണ്. എന്തെല്ലാം കാണിക്കുന്നത്. നല്ല അടിപൊളി പട്ടികളെയൊക്കെ കണ്ടു. ഒരുപാട് ആൾക്കാർ പട്ടികളെ ആയിട്ട് ഇവിടെ ഇങ്ങനെ സ്ട്രീറ്റിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ കയ്യിലിരിക്കുന്ന പട്ടി നോക്കി, എല്ലാവരുടെ കയ്യിലും വ്യത്യസ്തമായ പട്ടികൾ. ഇവിടെയും വേറൊരു പട്ടി. പക്ഷേ ഈ പട്ടി ഒരു ആടിൻ്റെ മോന്ത പോലെ ഉണ്ടല്ലോ, ആ വെള്ള പട്ടിക്ക്. അത് ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു പട്ടീനെ കണ്ടത്. അത് കണ്ടപ്പോൾ എന്തോ എനിക്ക് കൗതുകം തോന്നിയത് കൊണ്ടാണ് ഫോട്ടോ എടുത്തത്, വീഡിയോസൊക്കെ എടുത്തത്. അപ്പം നിങ്ങളിങ്ങനത്തെ പട്ടീനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിത് ആടിൻ്റെ മോന്ത പോലെയൊക്കെയാണ് തോന്നിയത്. അങ്ങനെ കുറേ പട്ടികളെയും കൊണ്ട് ആൾക്കാർ വന്ന്, ഇവർക്ക് പട്ടികളെ ഭയങ്കര കാര്യമാണ്. ഇതെല്ലാം വ്യത്യസ്തങ്ങളായ പട്ടികൾ ഇവിടെ ഉണ്ടെന്നറിയോ.
അവരെല്ലാം അവിടെ വന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞാനും അതിലേക്കൂടെ നടന്നു. നല്ല ജലദോഷം പിടിച്ചെന്നേ, അതുകൊണ്ട് ഇനി വീഡിയോ ഒക്കെ ഇടാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. എന്നാലും ഇന്നൊരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവിടുന്ന് അങ്ങനെ ഞാനൊരു പാർക്കിൽ വന്നതാണ്. അവിടെ ഈ പാർക്കിൽ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് അവിടെ വെറുതെ ഇരിക്കുന്നതായിട്ടും ഫോട്ടോഷൂട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ കഴിയും. ഒരുപാട് രസമായിട്ടുള്ള ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. തുലിപ്പ് എന്നാണ് ഈ ഫ്ലവറിൻ്റെ പേര്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. സുന്ദരിയായ പെൺകുട്ടികളൊക്കെ വന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇവർക്കൊന്നും ഇതുകൊണ്ട് നോക്കി അമ്മച്ചിമാർ ഫോട്ടോ എടുക്കുന്നത് നോക്കി എടുത്തോണ്ടിരിക്കുന്ന അമ്മച്ചിമാർ കണ്ടില്ലേ, വയസ്സായവർ. അതൊക്കെ രസമാട്ടോ. ഇവരുടെ ജീവിതം എൻജോയ് ചെയ്ത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, പക്ഷെ നമ്മളൊക്കെ എത്രയൊന്നും എൻജോയ് ചെയ്യുന്നില്ലല്ലോ എന്ന്. എത്രത്തോളം പ്രദേശത്താന്ന് നോക്കിക്കേ ഈ കാണുന്ന ഫ്ലവേഴ്സ് നട്ടിരിക്കുന്നത്. ശരിക്കും ഇത് മെയിൻറ്റെയിനൊക്കെ ഇതുപോലെ അവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് സെക്യൂരിറ്റികളുണ്ട്, ഒരുപാട് സെക്യൂരിറ്റികളുണ്ട്. ഒരൊറ്റ ഫ്ലവേഴ്സ് പോലും ആരും പറിക്കാതെ അങ്ങനെ തന്നെ നിലനിൽക്കും. ഇതാ ഇവിടെ എനിക്ക് കുറേ കുട്ടികളെ കണ്ടു. കുട്ടികൾക്കൊക്കെ എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, എന്തോ ഒരു അത്ഭുത ജീവിയെ കണ്ടതുപോലെ. അപ്പോൾ കുട്ടികളുടെ ഒക്കെ കൂടെ നിന്ന് ഞാനും അങ്ങനെ ഫോട്ടോ എടുത്തു. അവരെല്ലാം എന്നെ കണ്ടോണ്ട് ഓടി വരുക, നിങ്ങൾ ഏത് രാജ്യക്കാരിയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഇതൊക്കെ ഒരു വല്ലാത്തൊരു സന്തോഷമല്ലേ. നിങ്ങൾ ഏത് രാജ്യക്കാരിയാണെന്ന് ആ മോൻ ചോദിക്കുന്നത്. എന്നിട്ട് അവരുടെ കൂടെയൊക്കെ നിന്ന് ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് പിന്നെ അങ്ങോട്ട് മാറിയപ്പോൾ ഇവിടെ ഇതുപോലെ ബോട്ടിൽ പോകാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ബോട്ടിലൊന്നും കയറിയില്ല കേട്ടോ. എന്തായാലും ഈ ഒരു ഗാർഡൻ തന്നെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഒത്തിരി സ്ഥലത്തുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ നടന്നു ആ ലേക്കിൽ അത് നോക്കിക്കേ, ഇതുപോലെ ലൈറ്റിംഗ് എല്ലാം കൊടുത്ത് അതിമനോഹരമാക്കി വെച്ചിരിക്കുന്ന കാഴ്ച നോക്കി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ. കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എഴുതുക. താങ്ക് യു ഫോർ വാച്ചിങ്.